ജോസ്റ്റിൽ സാജു. നമ്മളിവിടെ കാണാൻ പോകുന്നത് ഫോറെവർ ലിവിങ്ങിൻ്റെ FPO സൈറ്റിൽ ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം FPO സൈറ്റിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ ചെന്ന് FPO സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയും ഫോറെവർ ലോഗിൻ എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറോട് ചോദിക്കാം. സ്പോൺസർമാർ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നേരെ തുറന്നു വരുന്ന ഇങ്ങനെ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫോം ആയിരിക്കും വരുന്നത്. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ്, സേവ് ചെയ്തിട്ടുള്ളൊരു പാസ്വേഡൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പുതിയതായിട്ട് ചെയ്ത ഒരാൾക്ക് ഇതേപോലെയാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇന്ത്യയിലെ നമ്മുടെ FPO സൈറ്റിന് വേണ്ടിയിട്ടുള്ള ലോഗിൻ പേജാണിത്. ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത് FPO ID അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിന് താഴെ പാസ്വേഡ്. ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് പാസ്വേഡ് ഉപയോഗിച്ച് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ നേരത്തെ സൈൻ ഇൻ ചെയ്ത ആപ്പ് വേറെയാണ്. ഇത് രണ്ടായതിനാൽ നമുക്ക് ഇവിടെ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് യുവർ പാസ്വേഡ് കൊടുത്ത് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ എൻ്റെ ID കൊടുത്തു. FPO ID ആണ് കൊടുത്തിരിക്കുന്നത്. പാസ്വേഡ് ഓൾറെഡി സേവ് ചെയ്തു. ഞാൻ നേരത്തെ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കയറിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് സേവ് ചെയ്തിട്ടുള്ളത്. സേവ് ചെയ്തോടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. അപ്പം ലോഗിൻ ചെയ്ത് നേരെ ഹോം പേജിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ കാണാം. ഇവിടെ ഇന്ത്യ ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ കുറേ ലിങ്ക്സ് കാണിക്കും. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈ അക്കൗണ്ട്സിൽ പോയി അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് ഡീറ്റെയിൽസ് മാറ്റാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റോർ പ്രൊഫൈൽസ് ഉണ്ട്. ആ സ്റ്റോർ പ്രൊഫൈലിൽ പോവുക. സ്റ്റോർ പ്രൊഫൈൽസ് സൈഡിൽ സ്റ്റോർ പ്രൊഫൈൽ ഉണ്ട്. സ്റ്റോർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു, മൈ പ്രിഫറൻസ്. അപ്പം തൊട്ട് താഴെ നമുക്ക് ബോണസ് റീക്യാപ്പ് ഓപ്ഷൻസ്, ബോണസ് പെയ്ഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ രണ്ട് ഓപ്ഷനുകളിൽ ബോണസ് പെയ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഡയറക്റ്റ് ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്കൊരു ഫോം തെളിഞ്ഞു വരും. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ആദ്യമായി ചോദിക്കുന്നത് ഡിപ്പോസിറ്റ് മൈ ഫോറെവർ ഇന്ത്യ ബോണസ് ഇൻറ്റു മൈ പേഴ്സണൽ ബാങ്ക്. അതായത് നമ്മൾ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫോറെവർ ഇന്ത്യയിലെ കിട്ടുന്ന ബോണസുകൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫോമാണ് കൊടുക്കുന്നത്. ഇവിടെ ബാങ്കിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഫെഡറൽ ബാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ബ്രാഞ്ചിൻ്റെ പേര് ചോദിക്കും. നിങ്ങളുടെ ബാങ്ക് ഏതാണോ ബാങ്കിൻ്റെ പേര് കൊടുക്കുക, ബ്രാഞ്ചിൻ്റെ പേര് ഏതാണോ കൊടുക്കുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹൈഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒന്ന് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ അക്കൗണ്ട് ടൈപ്പ് 3-4 കാണിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിന് കൊടുക്കാം. കൂടുതൽ ആൾക്കാർക്കും സേവിങ് അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത. പിന്നെ MICR കോഡ് എന്ന് പറഞ്ഞ കോഡുണ്ട്. MICR കോഡിനെ കുറിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. പിന്നെ IFSC കോഡ്, നമ്മുടെ പാസ്ബുക്കുകളിൽ ഫ്രണ്ട് പേജിൽ തന്നെ മിക്കവാറും IFSC കോഡുകൾ കാണാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചെക്ക് ബുക്കിൽ നിന്ന് ഇതൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. MICR കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് ബുക്കിൽ അടിയിൽ കാണിക്കുന്ന ഒരു നമ്പറാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ എവിടേക്ക് ഉണ്ടെന്ന്. ബാങ്ക് അക്കൗണ്ട് നമ്പർ ചെക്കിൻ്റെ എവിടെ ഉണ്ടാകും, പിന്നെ IFSC കോഡ് ബാങ്കിൻ്റെ എവിടെ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നതാണ്. ഇവിടെ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്യണം. കാരണം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റകളെല്ലാം ശരിയാണ് എന്നുള്ള പൂർണ്ണ സമ്മതത്തോടെയാണ് സബ്മിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കമ്പ്യൂട്ടർ നടത്തൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തൊട്ട് താഴെ നമുക്ക് അതായത് മുന്നറിയിപ്പുണ്ട്. സേവ് ബട്ടൺ ഒരിക്കൽ മാത്രമേ നമ്മൾ അമർത്താൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ തവണ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ എന്താകും, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ, ഈ ഡാറ്റ മുഴുവനും അവരുടെ കമ്പനി ഡാറ്റാബേസിൽ നിന്ന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ വിവരങ്ങൾ കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇമെയിൽ ഐഡിയിലേക്ക് നമ്മൾ
മെയിൽ അയക്കണമെന്നാണ് പറയുന്നത്. ഈ ഡാറ്റകൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ MICR കാര്യം ഞാൻ പറഞ്ഞല്ലോ. ചെക്ക് ബുക്കിൽ ഇങ്ങനത്തെ MICR കാണാൻ പറ്റാത്ത ഒരാൾ അല്ലെങ്കിൽ ചെക്ക് ബുക്ക് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ MICR കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് IFSC കോഡ് അറിയാവുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പാസ്ബുക്കുകളിൽ ഫ്രണ്ട് പേജിൽ തന്നെ കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് എന്ത് ചെയ്യണം, നേരെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് നമ്മുടെ IFSC കോഡ് അടിക്കുക, എന്നിട്ട് MICR കോഡ് അടിക്കുക, എന്നിട്ട് ഗൂഗിൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സാധനം നമുക്ക് കിട്ടും, അതായത് റിസൾട്ട് കിട്ടും. അതിനകത്ത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ബ്രാഞ്ച് ഏതാണെന്നും സിറ്റി ഏതാണെന്നും MICR കോഡ് എന്താണെന്നും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാഞ്ചിൻ പേര് സിറ്റി ഇതൊക്കെ സെയിം ആണോ, നമ്മുടെ MICR കോഡ് അതാണെന്ന് നമുക്ക് മനസ്സിലാക്കി ഇപ്പം നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഇതാണ് MICR നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു മാർഗം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം ശരിയാണെന്ന് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സേവ് അടിക്കാൻ പാടുള്ളൂ. സേവ് അടിച്ച് പിന്നെ നമുക്ക് വീണ്ടും സേവ് അടിക്കാൻ പാടില്ല. ഒറ്റത്തവണ മാത്രമേ സേവ് അടിക്കാൻ പാടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പുതിയ എന്തെങ്കിലും വീഡിയോകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റിൽ അറിയിക്കാം. അതിനെക്കുറിച്ച് മാക്സിമം റിസർച്ച് നടത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.